ഈ പ്രായമാകുന്നവർക്കെല്ലാം വളർച്ചയുണ്ടാകുന്നുണ്ട് എന്ന് കരുതരുതേ. എല്ലാവർക്കും പ്രായമാകും. എന്നാൽ ചിന്താശക്തിയും തിരിച്ചറിവുകളും വിവേകവും ഉള്ളവർ മാത്രമേ യഥാർത്ഥത്തിൽ വളർച്ച പ്രാപിക്കുന്നുള്ളൂ. ജീവിച്ചു തീർത്ത ദിനങ്ങളുടെ എണ്ണം നോക്കി പ്രായവും പക്വതയും നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ല. തിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കും വിധേയമാകാത്ത ജീവിതത്തിൽ ഒരു പരിവർത്തനവും സംഭവിക്കുകയുമില്ല. ഒരാളുടെ ജീവിതത്തിൽ 2 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന് അയാൾ ജനിച്ച ദിവസവും, 2 അയാൾ പുനർജനിച്ച ദിവസവും. മരണശേഷമുള്ള പുനർജനനത്തെക്കുറിച്ച് നമ്മളൊക്കെ വാതോരാതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലേ. ആ പുനർജനനത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്നൊക്കെയാണ് പലരും തള്ളിവിടുന്നത്. ഈ മതങ്ങളൊക്കെ ഇങ്ങനെ പുഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും മതനേതാക്കളൊക്കെ സമ്പന്നതയുടെ മടിത്തട്ടിൽ ഇങ്ങനെ ആറാടി ജീവിക്കുന്നതുമൊക്കെ ഈ പുനർജനനത്തെക്കുറിച്ച് ഇരുന്ന് തള്ളുന്നതുകൊണ്ടാണ്. ഏതായാലും മരിച്ചതിന് ശേഷമുള്ള പുനർജനനം അവിടെ നിൽക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ എത്ര തവണ നമുക്ക് പുനർജനനം സാധ്യമായി എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജീവിതം ആത്മസംതൃപ്തവും പരോപകാരപ്രദവും പ്രകൃതിദത്തവുമാകും. നമുക്കൊക്കെ പുനർജനിക്കാനാകണം, മരിച്ചതിന് ശേഷമല്ല. വീണെടുത്ത് നിന്ന്, അവഹേളിക്കപ്പെട്ടെടുത്ത് നിന്ന്, ആത്മവിശ്വാസം തകർന്നെടുത്ത് നിന്ന്, പരദൂഷണം നടത്തി നമ്മളെ തകർത്തവരിൽ നിന്ന്, ഒരു വഴിയും കാണാതെ ഒളിച്ചിരിക്കേണ്ടി വന്നിടത്ത് നിന്ന്, അപകർഷതാ ബോധത്തിൽ നിന്ന്, നമ്മുടെ ജീവിതം തീർന്നുപോയി എന്ന് ചിന്തിക്കുന്ന ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ എത്ര തവണ നമുക്ക് പുനർജനിക്കാൻ സാധിക്കുന്നുവോ അത്രയും വിശിഷ്ടവും വിശുദ്ധവും വിജയപരവുമായിരിക്കും നമ്മുടെ ജീവിതം. തുറക്കട്ടെ മനസ്സുകൾ.